17ാമത്തെ ചോദ്യം. പ്രൂവ് ദാറ്റ് 3 sin pi by 6 into sec pi by 3 minus 4 sin 5 pi by 6 into cot pi by 4 equal to 1. നമ്മൾ LHS എടുക്കുന്നു. നമ്മൾ ഈ വാല്യൂസ് ഇവിടെ പുട്ട് ചെയ്ത് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വാല്യൂസ് ഇവിടെ പുട്ട് ചെയ്യുന്നു. 3 ഇൻറ്റു സൈൻ പൈ ബൈ 6, അതായത് സൈൻ 30, നമുക്കറിയാം വാല്യൂ 1/2 ആണ്, ഇൻറ്റു സീക്ക് പൈ ബൈ 3, അതായത് സീക്ക് 60, കോസ് 60യുടെ റെസിപ്രോക്കലാണ്. കോസ് 60 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പം അങ്ങനെയെങ്കിൽ സീക്ക് 60 എന്ന് പറയുന്നത് 2 ആണ്, മൈനസ് 4 ഇൻറ്റു സൈൻ 5 പൈ ബൈ 6. ആ വാല്യൂ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സൈൻ 5 പൈ ബൈ 6 കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഡിഗ്രി മെഷറിലേക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ നമുക്കറിയാം പൈ ബൈ 6 എന്ന് പറയുന്നത് 30 ആണ്. അപ്പം അങ്ങനെയെങ്കിൽ 5 ഇൻറ്റു 30 സൈൻ 150 ഡിഗ്രി എന്നാണ് വരുന്നത്. ഇതിന് നമുക്ക് സൈൻ 180 മൈനസ് 30 എന്നുള്ള രീതിയിൽ എഴുതാം. അങ്ങനെയെങ്കിൽ ഇത് സൈൻ 30 ആണ്. കാരണം സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. 180 മൈനസ് 30 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ് ആണ്. 180 എന്നായതുകൊണ്ട് സൈൻ തന്നെ വരും. അപ്പം അങ്ങനെ നമുക്ക് റിഡക്ഷൻ ഫോർമുല വഴി ഇതിൻ്റെ വാല്യൂ സൈൻ 30 എന്ന് എഴുതാം. സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പം അങ്ങനെയെങ്കിൽ 4 ഇൻറ്റു 1/2 ഇൻറ്റു കോട്ട് പൈ ബൈ 4, കോട്ട് 45. കോട്ട് 45 എന്ന് പറയുന്നത് ടാൻ 45ൻ്റെ റെസിപ്രോക്കലാണ്. ടാൻ 45 1 ആണ്, ഈക്വൽ ടു ഇവിടെ നമുക്ക് ആദ്യത്തെ ടേമിനകത്ത് 2 ഇൻറ്റുവും കട്ടാകും, അതിനുശേഷം 3 എന്ന് വരുന്നു. 3 മൈനസ് അടുത്തതിനകത്ത് 4 ഇൻറ്റു 1/2 ഇൻറ്റു 1, അതായത് 4 ഇൻറ്റുവും കട്ടായിട്ട് 2 എന്ന് വരുന്നു. 3 മൈനസ് 2 ഇക്വൽ ടു 1. 1 നിന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് സൈൻ പൈ ബൈ 6, സീക്ക് പൈ ബൈ 3, അതുപോലെ തന്നെ സൈൻ 5 പൈ ബൈ 6, കോട്ട് പൈ ബൈ 4, ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമുക്ക് അറിയില്ല എന്നാണെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വാല്യൂ കാണാൻ പറ്റും. സൈൻ കോസ് ടാനിൻ്റെ വാല്യൂ കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷറിലേക്ക് മാറ്റിയതിന് ശേഷം കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വാല്യൂ കിട്ടും. സൈൻ 5 പൈ ബൈ 6ൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്ററിൽ 150 ഡിഗ്രി എന്നെടുത്ത് അതിൻ്റെ സൈൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് 0.5 എന്ന് കിട്ടും. 0.5 എന്ന് പറയുന്നത് നമുക്കറിയാം അത് 1/2 ആണ്. അപ്പം അങ്ങനെ ആ വാല്യൂ 1/2 എന്ന് നമുക്ക് കാൽക്കുലേറ്ററിൽ കൂടിയും എടുക്കാനായിട്ട് സാധിക്കും. ഇവിടുത്തെ രണ്ടാമത്തെ ചോദ്യം. പ്രൂവ് ദാറ്റ് കോസ് 4x പ്ലസ് കോസ് 3x പ്ലസ് കോസ് 2x ഡിവൈഡഡ് ബൈ സൈൻ 4x പ്ലസ് സൈൻ 3x പ്ലസ് സൈൻ 2x ഇക്വൽ ടു കോട്ട് 3x. നമ്മൾ LHS എടുത്തുകൊണ്ട് തുടങ്ങുന്നു. LHSനകത്ത് നമ്മൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ആ ഒരു ടേമുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ വരുന്ന ആംഗിളുകൾ 4xും 2xും ആണ്. 4xും 2xും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 6x ആണ്. അതിൻ്റെ പകുതിയാണ് നടുക്ക് വരുന്ന ടേമിൻ്റെ ആംഗിൾ, അതായത് 3x ആണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ടേമും അവസാനത്തെ ടേമും നമ്മൾ ഒരുമിച്ചെടുക്കുന്നു. അതായത് കോസ് 4x പ്ലസ് കോസ് 2x പ്ലസ് കോസ് 3x എന്നിങ്ങനെ നമ്മൾ അതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റി എഴുതുന്നു. താഴെയും ഇതുപോലെ തന്നെ സൈൻ 4x പ്ലസ് സൈൻ 2x പ്ലസ് സൈൻ 3x. ആദ്യത്തെ രണ്ട് ടേമുകളിൽ നമ്മൾ കോസ് സി പ്ലസ് കോസ് ഡി ഫോർമുല ന്യൂമറേറ്ററിൽ അപ്ലൈ ചെയ്യുന്നു. നമുക്കറിയാം അത് 2 കോസ് സി പ്ലസ് ഡി ബൈ 2, അതായത് 4x പ്ലസ് 2x ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2, അതായത് 4x മൈനസ് 2x ബൈ 2 പ്ലസ് കോസ് 3x ഹോൾ ഡിവൈഡഡ് ബൈ താഴെ അതുപോലെ തന്നെ സൈൻ സി പ്ലസ് സൈൻ ഡി ഫോർമുല യൂസ് ചെയ്യുന്നു. അതായത് 2 സൈൻ 4x പ്ലസ് 2x ബൈ 2 ഇൻറ്റു കോസ് 4x മൈനസ് 2x ബൈ 2 പ്ലസ് സൈൻ 3x ഈക്വൽ ടു 2 കോസ് 4x പ്ലസ് 2x 6x ബൈ 2 3x എന്ന് വരുന്നു, ഇൻറ്റു കോസ് 4x മൈനസ് 2x ബൈ 2 x എന്ന് വരുന്നു, പ്ലസ് കോസ് 3x ഹോൾ ഡിവൈഡഡ് ബൈ 2 സൈൻ 6x ബൈ 2 3x ഇൻറ്റു കോസ് x പ്ലസ് സൈൻ 3x. ന്യൂമറേറ്ററിലെ രണ്ട് ടേമിനകത്തും കോസ് 3x കോമൺ ആണ്. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലെ രണ്ട് ടേമിനകത്തും സൈൻ 3x കോമൺ ആണ്. നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഓരോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ന്യൂമറേറ്ററിൽ നമ്മൾ കോസ് 3x വെളിയിലേക്ക് എടുക്കുന്നു. കോസ് 3x വെളിയിലേക്ക് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ടേമിനകത്ത് പിന്നെ ബാക്കിയുള്ളത്
2 cos x എന്നാണ്, പ്ലസ് ലാസ്റ്റ് ടൈമിനകത്ത് cos 3x വെളിയിലേക്ക് പോയി, അവിടെ 1 എന്ന് വരുന്നു, ഡിവൈഡഡ് ബൈ, അതുപോലെ ഡിനോമിനേറ്ററിൽ sin 3x വെളിയിലേക്ക് പോയി, ബാക്കി ബ്രാക്കറ്റിലുള്ളത് 2 cos x പ്ലസ് 1 എന്നാണ്. 2 cos x പ്ലസ് 1 ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും കട്ടാക്കുന്നു, അതായത് cos 3x ബൈ sin 3x എന്ന് വരുന്നു. കോസ് ബൈ സൈൻ നമുക്കറിയാം അത് കോട്ടാണ്, അങ്ങനെ ഇതിൻ്റെ ആൻസർ cot 3x എന്ന് വരുന്നു.